മമ്മൂക്കയുടെ ബസൂക്കയുടെ പ്രീ റിലീസ് ട്രെയിലർ വന്നിരിക്കുകയാണ്. ഇങ്ങനൊരു സാധനം വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും കണ്ടപ്പോൾ സന്തോഷമായി. ടീസർ കണ്ടിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ആദ്യം ഇറങ്ങിയത്. രണ്ടാമത് ട്രെയിലർ ഇറങ്ങി. അപ്പോൾ എൻ്റെ പ്രതീക്ഷ കുറേ പോയായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും ഈ പ്രീ റിലീസ് ട്രെയിലർ കിട്ടുമായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പൊളിയായിട്ടുണ്ട്. ഇതുപോലെയാണ് സിനിമ എന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാവും. എന്തായാലും നാളെ ഞാൻ ഒരു പുതിയ തിയേറ്ററിലാണ് സിനിമ കാണാൻ പോകുന്നത്. എൻ്റെ ഫേവററ്റ് തിയേറ്ററായിട്ടുള്ള വനിത ഉള്ളപ്പോൾ ഞാൻ എന്തുകൊണ്ട് വേറെ തിയേറ്ററിൽ പോകുന്നതല്ലേ നിങ്ങൾ ചോദിക്കാൻ പോണത്. കാസ്റ്റ് ആൻഡ് ക്രൂ നല്ലവന്മാർ എല്ലാ ഷോ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ രാവിലത്തെ ഷോ ജനങ്ങളൊന്നും അല്ല കാണണം, എല്ലാം കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. കോപ്പ്. പിന്നെ ആകെ 4 തിയേറ്ററല്ലേ ഉള്ളൂ. 4 പടമാണ് നാളെ ഇറങ്ങണത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മലയാള സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് മമ്മൂക്കയും ലാലേട്ടനാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ എന്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ഓൾവേസ് ഗോസ് ടു ദ ബിഗ് എംസ്. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ പടം കണ്ടിട്ടേ നമുക്ക് വേറെ മലയാളം പടം ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നാളെ ഇറങ്ങുന്ന ആലപ്പുഴ ജിംഖാന, മരണമാസ്, ഗുഡ് ബാഡ് അഗ്ലി, ഇത് കൂടാതെ 2 ഐമാക്സ് സിനിമകളും കൂടി ഒന്നിച്ചിറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇതെല്ലാം കൂടി ഒരു ദിവസം ഇറക്കിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പണ്ടാറ് തുടങ്ങാനായിട്ട് ഇത് വല്ല വെള്ളിയാഴ്ച ഇറക്കിയാൽ പോരായിരുന്നില്ലേ? ഒരു 2 പടം നാളെ ഇറക്കുക, അത് കഴിഞ്ഞ് 2 പടം മറ്റന്നാൾ ഇറക്കുക, അതിനുശേഷം ഞായറാഴ്ചയോ ശനിയാഴ്ചയോ 2 പടം വീണ്ടും ഇറക്കുക. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എല്ലാ സിനിമയും മര്യാദക്ക് ശ്വാസം വലിച്ച് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ പടം കാണുക, തിഞ്ഞ, പടം കാണുക, തിഞ്ഞ, പടം കാണുക, തിഞ്ഞ, പടം കാണുക, തിഞ്ഞ, ഈ അവസ്ഥയായി. അല്ലെങ്കിൽ പടം കണ്ടുകൊണ്ട് തിഞ്ഞ എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇനി ടെൻ്റായിട്ട് തിയേറ്ററിലേക്ക് പോകേണ്ട അവസ്ഥയായി. എനിക്ക് ഇത്രയും കലിയുള്ളൊരു പരിപാടിയില്ല. ദിവസം ഇല്ലെങ്കിൽ കൊള്ളാം. ഇതങ്ങനെയല്ല. നാളെ 2 പടം ഇറക്കിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഫ്രൈഡേ 2 പടം ഇറക്കുക. അത് കഴിഞ്ഞ് സാറ്റർഡേയോ സൺഡേയോ 2 പടം ഇറക്കിയാൽ പോരായിരുന്നില്ലേ? വിഷുവിന് അങ്ങനെ ചെയ്താൽ പോരെ. ഇതിപ്പോൾ എല്ലാ പടക്കവും കൂടെ കൊണ്ടുവന്നിട്ട് ഒന്നിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞ പോലെ ആക്കി കളഞ്ഞു വിഷുവിന്. എന്തായാലും പടക്കം ബോംബായി മാറാതിരുന്നാൽ മതി. ബസൂക്ക ബബിൾ ഗൺ ആവാതിരുന്നാൽ മതി. മമ്മൂക്കയുടെ ഒരു കിടിലം പടം കാണാനുള്ള സന്തോഷത്തോടെ ഞാൻ പോവുകയാണ്. അടിപൊളിയായിട്ട് സംഭവം വരുമെന്ന് പ്രതീക്ഷയുണ്ട് എനിക്ക്. ഇപ്പോൾ ഈ ഒരു പ്രീ റിലീസ് ട്രെയിലർ കണ്ടതിന് ശേഷം സംഭവം നല്ല പെടായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹക്കീം ഷാ ഉൾപ്പെടെ കുറേ ആൾക്കാരെ ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചു. നേരത്തെ വന്ന സാധനങ്ങളിൽ മമ്മൂക്കേനെ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് ഞാൻ ഹക്കീമിനെ കൂടെ ശ്രദ്ധിച്ചു. പിന്നെ വേറെ കുറേ പേര് സിനിമയിലുണ്ട്. എന്തായാലും നാളെ രാവിലെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് എന്തായാലും പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഒരു ഫാൻസുകാർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചാനലിൽ നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് വെട്ടി തുറന്ന് നമ്മൾ പറയും. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. എന്തൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടും കാര്യമില്ല. എൻ്റെ മനസ്സിൽ എന്ത് തോന്നിയോ അത് ഞാൻ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഫിംഗേഴ്സ് ക്രോസ്ഡ് ഫോർ ബസൂക്ക. ഒരു അടിപൊളി സിനിമയായിട്ട് എനിക്ക് സന്തോഷത്തോടെ അടുത്ത പടത്തിന് പോകാൻ പറ്റത്തെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ സാധനം പെടായിട്ടുണ്ട്. പ്രീ റിലീസ് ട്രെയിലർ പൊളിച്ച് ഇപ്പോൾ ഒരു ഗും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നാളെ പടം കണ്ടിട്ട് ഇട്ടേക്കാം. എല്ലാ സിനിമയും കാണുന്നുണ്ട്. എല്ലാം അഭിപ്രായം ചാനലിൽ ഇട്ടിട്ടുണ്ടാവും. എടുത്തു നോക്കാൻ മറക്കണ്ട. അത് കഴിഞ്ഞ് മറ്റൊരു ദിവസം നാളെ കാണുന്ന തിയേറ്ററിൻ്റെ അഭിപ്രായം കൂടെ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും പങ്കുവെക്കാം. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റ.